പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള യൂണിവേഴ്സിറ്റിയിൽ 2026 PG BEd കോഴ്സുകളുടെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ PG BEd കോഴ്സുകളുടെ അഡ്മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഓരോ കോളേജിലും അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഉദാഹരണത്തിന് ഒരു കോളേജ് എടുക്കുക. ആ കോളേജിൽ ഗവൺമെന്റ് കോളേജ് തിരുവനന്തപുരം എന്നൊരു കോളേജ് ഉണ്ട് എന്ന് കരുതാം. ആ കോളേജിൽ MA എക്കണോമിക്സ് എന്ന കോഴ്സ്, MA എക്കണോമിക്സ് ക്ലാസ്സിൽ അവസാനമായിട്ട് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ അവൻ്റെ ഇൻഡെക്സ് മാർക്ക് 800 ആണെന്ന് കരുതുക. അവസാനമായി കിട്ടിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എനിക്ക് 900 ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷ എനിക്ക് ഈ വർഷം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ്. അതുപോലെ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ PG BEd കോഴ്സുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ PG എന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സ് ഫോർ PG ഓൺലൈൻ അഡ്മിഷൻ 2025 അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതാ ഒരു ഉദാഹരണം. കോഴ്സ് MSc ഹോം സയൻസ് സെന്റ് ജോസഫ് കോളേജ് ഫോർ വുമൺ ആലപ്പുഴ, ജനറൽ 907.088, 820. ഗവൺമെന്റ് ആർട്സ് കോളേജ് തിരുവനന്തപുരം MSc അനലിറ്റിക്കൽ കെമിസ്ട്രി 821.666. അങ്ങനെ ഓരോ കോളേജത്തെ കാണാം. ഇതിൽ ഇതുണ്ടല്ലോ ലൈൻ ഇട്ട, ഇതിൽ ചില ഇതിൽ അത് ഈ ലൈൻ ഇങ്ങനെ ഉള്ളതിൽ ആ കോഴ്സിലേക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നത് SCക്ക് നേരെ ഇല്ല, SC കുട്ടികൾ അഡ്മിഷന് വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ചിലതിൽ കാണാതിരിക്കാൻ കാരണം ആ കോളേജിൽ ആ കോട്ടയിൽ അഡ്മിഷൻ ഇല്ല എന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാനുള്ള കോട്ട, ജനറൽ കോട്ട എല്ലാ കോളേജിലും ഉണ്ടാവും. അങ്ങനെ ഓരോ കോഴ്സിൻ്റെതും ഇവിടെ കാണാം. ഇതുപോലെ തന്നെ BEd കോഴ്സിൻ്റെതും എന്ത് ചെയ്തിട്ടുണ്ട്, കേരള യൂണിവേഴ്സിറ്റി BEdൽ ക്ലിക്ക് ചെയ്താൽ ലാസ്റ്റ് ഇൻഡെക്സ് BEd ഓൺലൈൻ അഡ്മിഷൻ എന്ന് കാണാം. ഇതിലാ ഇംഗ്ലീഷ് ഓരോ കോളേജിലെയും ഇംഗ്ലീഷിൻ്റെ ഇത് നിങ്ങൾ കാണാം. ഇനി മലയാളം ഓരോ കോളേജിൽ കാണാം, ഹിന്ദി, ഇങ്ങനെ ഓരോ കോളേജിലെയും ലാസ്റ്റ് ഇൻഡെക്സ് നമുക്ക് ഇതിൽ നിന്ന് കാണാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷകളൊക്കെ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് പരിശോധിച്ച് അപേക്ഷ കൊടുക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.